സംസ്ഥാനത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF തകർന്ന് തരിപ്പണമായി. LDF കോട്ടകളിൽ UDF ആധിപത്യം നേടി. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് LDFന് കനത്ത തിരിച്ചടിയായി മാറി. LDFിൻ്റെ ആഘാതം കൂട്ടി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തിരിച്ചടി LDFന് നേരിട്ടു? സകല എക്സിറ്റ് പോൾ ഫലങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് BJP കുതിച്ചു കയറിയത്. കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തത് LDFന് വലിയ തിരിച്ചടിയായി മാറി. ഇഞ്ചോടിഞ്ച് ഒടുവിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ലീഡ് ഒറ്റക്കക്ഷിയാവാൻ സാധിച്ചത് മാത്രമാണ് CPMന് അല്ലെങ്കിൽ LDFന് ആശ്വാസം. എന്തുകൊണ്ട് LDF ജനങ്ങളിൽ നിന്ന് അകന്നു? എന്തുകൊണ്ട് ജനങ്ങൾ LDFന് ചുട്ടാടി സമ്മാനിച്ചു? ഇതാണ് പൊളിറ്റിക്സ് കേരള ചർച്ച ചെയ്യുന്നത്. 8 കാരണങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉള്ളത്. ഈ 8 കാരണങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കുന്ന കാരണങ്ങൾ തന്നെയായിരിക്കാം. പക്ഷേ ഒന്നുകൂടി പുറത്തുവിടുന്നു. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീ പീഡന കേസാണ്, ബലാത്സംഗ കേസാണ്. ആ കേസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം വരുത്തിയെന്നും മറ്റുമൊക്കെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാം എന്ന് CPM കരുതി, അല്ലെങ്കിൽ ഇടത് സർക്കാർ കരുതി. അത് ചീറ്റിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ജനങ്ങളിൽ പ്രതിഫലിച്ചില്ല. അത് ജനങ്ങളിൽ ഒരോളവും സൃഷ്ടിച്ചില്ല. രണ്ടാമത്തെ പ്രശ്നം, സാധാരണക്കാർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അദൃശ്യനാണ്. ചാനലുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, പ്രസ് മീറ്റിൽ പ്രത്യക്ഷപ്പെടുന്നു. അല്ലാതെ ഒരു സാധാരണക്കാരന് മുഖ്യമന്ത്രിയെ കാണാൻ വളരെ പാടാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ സ്വാധീനിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റൂ. മൂന്നാമത്തെ കാരണം, മന്ത്രിമാരെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഭരിക്കുന്നതാണ്. ഒരു മന്ത്രിയെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ അനുമതി വാങ്ങണം. ആ പേഴ്സണൽ സ്റ്റാഫ് അംഗം ആ പരിപാടിക്ക് മന്ത്രിയെ എത്തിക്കത്തുമില്ല. അങ്ങനെ മന്ത്രിമാർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. ശിവൻകുട്ടിയൊക്കെ ആദ്യ കാലത്ത് ജനകീയ മന്ത്രിമാരായിരുന്നുവെങ്കിൽ പിന്നീട് ജനങ്ങളിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് കണ്ടത്. അടുത്തത്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ നിയമിച്ചത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറി. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി സ്ത്രീ പീഡന കേസിൽ പണ്ട് കുറ്റാരോപിതനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്തേക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടായി എന്നത് യാഥാർത്ഥ്യം. മുകേഷ് MLA വലിയ ഡാമേജാണ് ഇടതുമുന്നണിക്ക് വരുത്തി വെച്ചത്. അയാളെ വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് കൊല്ലത്തുള്ളവർ പറഞ്ഞതാണ്. വീണ്ടും അയാളെ മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. മുകേഷിനെതിരെ സ്ത്രീ പീഡന ആരോപണങ്ങളും ലൈംഗിക ആരോപണങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നു കേരളത്തിൽ. അഞ്ചാമത്തെ കാരണം, ചാനൽ ചർച്ചയിൽ വിദഗ്ധരായവരെ കൊണ്ടുവരാൻ CPMന് കഴിയാത്തതാണ്. ചാനൽ ചർച്ചകളിൽ CPMന് വേണ്ടി സംസാരിക്കുന്നവർ ആധികാരികമായി സംസാരിക്കുന്നില്ല. അവിടെ BJPയും കോൺഗ്രസും സ്കോർ ചെയ്തു. ആറാമത്തെ കാരണം, ശബരിമല വിഷയമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ച, അത് UDFും BJPയും ആയുധമാക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPMന് കഴിയാതെ പോയി. അത് വലിയൊരു ദുരന്തമായി മാറി CPMന്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പ്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അറസ്റ്റിലായപ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിച്ചില്ല. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അങ്ങേരെ നീക്കി. എന്നാൽ ഇവിടെ ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണോ മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്ന ചോദ്യം ജനങ്ങൾക്ക് ഉണ്ടായി.
അത് വലിയൊരു തിരിച്ചടിയായി LDFന് മാറി. ഏഴാമത്തെ കാരണം പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് ഇടപെട്ടു എന്നുള്ളതാണ്. അതിന് വ്യക്തമായൊരു ഉത്തരം ജനങ്ങൾക്ക് നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. ഇടതുപക്ഷത്തോട് അടുപ്പം നിൽക്കുന്നവരെ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിപ്പിക്കാൻ ഇത് പ്രേരിപ്പിച്ചു. എട്ടാമത്തെ കാരണം മസിൽ പിടിച്ച് നടക്കുന്ന നേതാക്കളാണ്, പ്രാദേശിക നേതാക്കളാണ്. പണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ അംഗം പോലെയായിരുന്നു. ഏത് വീട്ടിലും മരണത്തിനും വിവാഹത്തിനും വിളിക്കാതെ തന്നെ അവർ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുമൊക്കെ മസിൽ പിടിച്ച് നടക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കാണിക്കാത്ത പവറാണ് ഇവർ കാണിക്കുന്നത്. മാത്രമല്ല, ഇവരിലൂടെ മാത്രമേ എന്ത് കാര്യവും നടക്കുകയുള്ളൂ ഇവരിലൂടെ മാത്രമേ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ വഴിയുമുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും പാർട്ടിയോട് പ്രതിപത്തി ഇല്ലാതായി മാറും. അതും അവിടെ സംഭവിച്ചു. ഈ 8 കാര്യങ്ങളിൽ അടിമുടി മാറ്റം വരുത്തിയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖം രക്ഷിക്കാനെങ്കിലും CPMന് കഴിയൂ. കൊല്ലം പോലെയുള്ള കോർപ്പറേഷൻ പോയത് CPMന് വലിയ തിരിച്ചടിയാണ്. CPMനെതിരായി അല്ലെങ്കിൽ LDFനെതിരായി ഭരണവിരുദ്ധ വികാരം ശക്തിയായി നിലനിൽക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. പല CPMൻ്റെ കോട്ടകളും തകർന്ന് തരിപ്പണമായി. BJPയുടെ വളർച്ചയും കാണേണ്ട കാര്യമാണ്. BJP പലയിടങ്ങളിലും ശക്തമായി വളരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്ത് BJP നടത്തിയ കുതിച്ചുകയറ്റം CPMന് ചരിത്രത്തിൽ മായ്ച്ചാലും തേച്ചാലും മാറാത്ത നാണക്കേടായി മാറി. ശക്തമായ കുതിച്ചുകയറ്റമാണ് BJP CPM കോട്ടകളിൽ നടത്തിയത്. പലയിടത്തും BJP 2ാം സ്ഥാനത്ത് എത്തി. തിരുവനന്തപുരം ഒഴികെയുള്ള കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് വലിയ നേട്ടമാണ് കൊയ്തത്. കൊല്ലത്തും എറണാകുളത്തുമൊക്കെ കോൺഗ്രസ് കുതിച്ചു കയറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പരാജയമുണ്ടാക്കിയ ക്ഷീണത്തിൽ നിന്ന് ഈ 8 കാര്യങ്ങൾ ഉൾക്കൊണ്ട് പാഠം പഠിച്ചാൽ CPMന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരുക്ക് കൂടാതെ രക്ഷപ്പെട്ടു പോകാനാകും. അതല്ല, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ജനങ്ങൾ CPMനെ തൂത്തെറിയും, അല്ലെങ്കിൽ LDFനെ തൂത്തെറിയും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് LDFലെ ഏറ്റവും വലിയ കക്ഷി CPM ആണ്. LDF തോറ്റുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം പേറേണ്ടതും CPM ആണ്. അതുകൊണ്ടാണ് ഞാൻ CPM എന്ന് LDF എന്ന് പറയാതെ CPM എന്ന് പറയുന്നത്. ജനങ്ങൾ CPMനെ തൂത്തെറിയും. ഈ 8 കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ CPM സർക്കാരിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവും.